ഹലോ കുട്ടികളെ, 3-ാം ക്ലാസ്സിലെ മലയാളത്തിലെ കേരള പാഠാവലിയിലെ കനകച്ചിലങ്ക എന്ന യൂണിറ്റിലെ താളവും മേളവും എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം. കഥയിലും കടങ്കഥയിലും നിറഞ്ഞു നിൽക്കുന്ന താളവും ഈണവും നമ്മൾ കണ്ടല്ലോ. കഥയ്ക്കും കടങ്കഥയ്ക്കും മാത്രമാണോ ഭംഗിയുള്ളത്? ഒരു ഉത്സവ വിവരം നമുക്ക് വായിച്ചു നോക്കാം കുട്ടികളെ. കാനനോത്സവം. കൊയ്ത്തുകഴിഞ്ഞ വയൽ അവിടമാകെ നക്ഷത്രത്തരി പോലെ നെന്മണികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് കൊത്തിപ്പെറുക്കി വയറു നിറച്ചു തിരികെ പോരുന്നതിനു മുമ്പ് നാട്ടിലാകെയൊന്നു ചുറ്റിത്തിരിയണം. അത് കുഞ്ഞരിപ്രാവിൻ്റെ പതിവാണ്. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവൾ കാടരികി LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടത്. അവൾ അവിടേക്ക് പറന്നെത്തി. ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള മുത്തശ്ശിപ്ലാവിൻ്റെ കൊമ്പിൽ ചെന്നിരുന്നു. അവിടെ നിന്നു നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെൻറ്റ്. കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട്. പൂത്ത തായ്വര പോലെ അവിടെയാണ് കലോത്സവം. സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത്. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികളൊന്നാകെ കൈയടിക്കുന്നു, സന്തോഷസൂചകമായി ആർപ്പു വിളിക്കുന്നു. പാട്ടിനു ശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരകളി, അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി. കുട്ടികളാകെ ഉത്സാഹത്തിലാണ്. കുഞ്ഞരിപ്രാവ് ആ പരിപാടികളെല്ലാം കണ്ടു രസിച്ചു. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സായാഹ്ന സഭയുടെ സമയമായിരുന്നു. കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക. കാട്ടുരാജാവായ സൂചിക്കൊമ്പൻ്റെ കൽപ്പനയനുസരിച്ച് സകലരും കൃത്യസമയത്തെത്തും. കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജാവിൻ്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിൻ്റെ സമയമാണ്. അപ്പോൾ കുഞ്ഞരിപ്രാവ് പതിയെ പറഞ്ഞു, നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ. അതൊക്കെ വേണോ കുഞ്ഞരിപ്പെണ്ണേ? രാജാവ് നെറ്റിച്ചുളിച്ചു. ശരിയാ, അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ. മുയലച്ചൻ തൊഴുകയോടെ പറഞ്ഞു. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ഇവൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരും, മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ. കരടിക്കുട്ടൻ തറപ്പിച്ചു പറഞ്ഞു. സൈലൻസ് സൈലൻസ്. അല്ല കുഞ്ഞരിപ്രാവേ, എന്തിനാണ് ഈ കലോത്സവം? നീ ഒന്ന് പറ, മഹാരാജാവ് കൽപ്പിച്ചു. താൻ കണ്ട കലോത്സവത്തെപ്പറ്റി കുഞ്ഞരിപ്രാവ് വിശദമായി പറഞ്ഞു. നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ്. അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ, മന്ത്രി മയിലമ്മ വ്യക്തമാക്കി. പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ്. കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി. കാട്ടുകായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ്, സുന്ദരിക്കാക്ക പറഞ്ഞു. കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കുഞ്ഞിക്കുറുക്കൻ തിരക്കുകൂട്ടി. പാട്ട്, നൃത്തം, കൂവൽ, കുറുകൽ, ഓരിയിടൽ, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി, നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ടായി. എന്നാണോ കാനനോത്സവം നടത്തേണ്ടത്? രാജാവും ഉത്സാഹത്തിലായി. എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ? വരുന്ന സംഗീത ദിനത്തിലാകട്ടെ, കരുത്തൻ പരുന്തു നിർദ്ദേശിച്ചു. കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും. ചിന്നുക്കുയിൽ കൺവീനറാകും. മന്ത്രി മയിലമ്മ ചുമതലകൾ പ്രഖ്യാപിച്ചു. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ നാളെ സായാഹ്ന സഭയിൽ പേരു തരണം. കുഞ്ഞിക്കുരുവി ഗൗരവത്തിൽ പറഞ്ഞു. ദാന്ന് പറഞ്ഞതുപോലെ കാനനോത്സവ ദിനമായി. കാട്ടിൻ്റെ നാനാഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി. കറുകപ്പുൽ മൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞു. സ്റ്റേജിൽ ആദ്യം നടക്കുന്ന ഫാഷൻ ഷോയ്ക്ക് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. തുടർന്ന് കുയിലിൻ്റെ നേതൃത്വത്തിൽ പാട്ടുമത്സരമാണെന്ന് അറിയിപ്പുണ്ടായി. നൃത്തങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്തിൻ്റെ അടുത്ത് ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന് മൂന്നാമതും അനൗൺസ്മെൻറ്റ് കേട്ടു. മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കൈയടിച്ച് ആർപ്പു വിളിച്ചു. രാജാവെന്ന നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി. ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ. കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചിക്കൊമ്പൻ കുഞ്ഞരിപ്രാവിനെ തളിരില മാല അണിയിച്ചുകൊണ്ട് ആരാധിച്ചു. എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കാട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചാണ് കൂട്ടിലേക്കു പോയത്. അടുത്തത് നമുക്ക് കഥയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ചോദ്യം: ഇതിലെ ഏതെല്ലാം കലാപരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഫാഷൻ ഷോ, മിമിക്രി, പാട്ട് മത്സരം, നൃത്ത മത്സരം, ഒപ്പന, തിരുവാതിര. സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ?
കാടരികി LP സ്കൂളിൽ ആയിരുന്നു ഞാൻ കലോത്സവം കണ്ടത്. സ്കൂളിൽ ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റേജിൽ നിന്നും ഉച്ചത്തിൽ അനൗൺസ്മെന്റുകൾ കേൾക്കാമായിരുന്നു. ഗ്രൗണ്ട് ആകെ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഞാൻ ചെന്ന സമയം സ്റ്റേജിൽ ലളിതഗാന മത്സരമായിരുന്നു. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ആർത്തുവിളിക്കുകയും കൈയടിക്കുകയും ചെയ്തു. പാട്ടിനു ശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിര അങ്ങനെ പലതരം മത്സരങ്ങൾ അരങ്ങേറി. ആ സ്കൂൾ ആകെ ഒരു ഉത്സവത്തിമിർപ്പിൽ ആയിരുന്നു തന്നെ പറയാം. കാട്ടിലെ കൂട്ടുകാർക്കു മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും പുതിയ ഇനങ്ങൾ നിർദ്ദേശിക്കാമോ? കൂവൽ മത്സരം, അമറൽ മത്സരം, കുറുകൽ മത്സരം, പറക്കൽ മത്സരം, ചിന്നംവിളി മത്സരം, ഓരിയിടൽ മത്സരം, വാലാട്ടിക്കളി മത്സരം. അടുത്ത ചോദ്യം നോക്കാം. പാഠഭാഗത്ത് ചില മത്സര ഇനങ്ങളുടെ പേരുണ്ട്. മറ്റു ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തി ഇവയെല്ലാം അക്ഷരമാലാക്രമത്തിൽ എഴുതി വയ്ക്കൂ. ഓരോ ഇനത്തിലും പങ്കെടുക്കേണ്ട ജീവികൾ ഏതെല്ലാമെന്നുകൂടി അതോടൊപ്പം എഴുതൂ. അമറൽ മത്സരം: ആന, സിംഹം, ചീറ്റപ്പുലി, കടുവ, കരടി. ഓരിയിടൽ മത്സരം: കുറുക്കൻ, നായ, ചെന്നായ. കുറുകൽ മത്സരം: പ്രാവ്, പരുന്ത്, തത്ത. കൂവൽ മത്സരം: കുറുക്കൻ, ചെന്നായ, നായ, കുയിൽ. ചിന്നംവിളി മത്സരം: ആന. നിറമാറൽ മത്സരം: ഓന്ത്. പറക്കൽ മത്സരം: പരുന്ത്, കഴുകൻ, വേഴാമ്പൽ, തത്ത. കാട്ടുകലോത്സവത്തിലെ മറ്റേതെങ്കിലും ഒരു മത്സര ഇനത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ? പറക്കൽ മത്സരം. നിയമാവലി: കാട്ടുചോലയുടെ അരികെ നിന്നുമാണ് തുടങ്ങേണ്ടത്. ഒരേ ദിശയിൽ തന്നെ എല്ലാവരും പറക്കണം. വളഞ്ഞും തിരിഞ്ഞും പറക്കാതെ നേരെ തന്നെ പറക്കണം. ആദ്യം കാട്ടിൻ്റെ അടുത്തുള്ള മാവിൻ കൊമ്പിൽ എത്തുന്നവരായിരിക്കും വിജയി. അടുത്ത ചോദ്യം. കാട്ടിൽ ഒരു കായികമേള നടക്കുന്നു. അതിൽ ഏതെല്ലാം ഇനങ്ങൾ ഉണ്ടാവും? എഴുതൂ. ഓട്ട മത്സരം, ചാട്ടം മത്സരം, നടത്ത മത്സരം, ഏയൽ മത്സരം, പറക്കൽ മത്സരം. തുടർന്നുള്ള പാഠഭാഗങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.